ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുകൾ കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏലക്കയും പട്ടയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് ചതയ്ക്കുക. എന്നിട്ട് ഒരു കോട്ടൺ തുണി എടുത്ത് അതിൽ നമ്മൾ തട്ടി വെച്ച് നല്ലതുപോലെ ഒന്ന് കെട്ടി വയ്ക്കുക. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രാണികളുണ്ടല്ലോ, ചെറിയ ചെറിയ പ്രാണികൾ, നമ്മൾ ഫ്രൂട്ട്സൊക്കെ വയ്ക്കുമ്പോൾ അത് നന്നായിട്ട് പഴുത്തൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് കുറ്റീച്ചകൾ പോലെ ചില പ്രാണികൾ കാണുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ നമുക്ക് കിച്ചണിലൊക്കെ നമുക്ക് ചില സ്ഥലത്തൊക്കെ സ്മെല്ല്, ഈ കുക്ക് ചെയ്തതിൻ്റെയൊക്കെ സ്മെല്ല് കാണുമല്ലോ, അപ്പോൾ അതൊക്കെ മാറി കിട്ടാനും ഇതുപോലെ നമ്മളിങ്ങനെ ഒരു തുണിയിലാക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരുന്ന ആ ഒരു പട്ടയുടെയും ഏലക്കയുടെയൊക്കെ സ്മെല്ല് കാരണം പ്രാണികളും വരില്ല, നല്ലൊരു സ്മെല്ലായിരിക്കും കൊടുക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ സ്നാക്സ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ, കുറച്ച് കട്ടിയുള്ള, നമ്മൾ ചിപ്സ് മുറുക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതുപോലത്തെ കവർ എടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഒരു കോൺ ഷേപ്പിൽ അതിനെ മടക്കി കൊടുക്കുക. അതിനുശേഷം അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സ്നാക്സിൻ്റെ കവർ എടുക്കുമ്പം അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക. നമുക്ക് അതിൻ്റെ ഒരു പൊടിയോ അങ്ങനെ ഒന്നും കാണാൻ പാടില്ല. നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റത്തും കൂടെ ആ കോണിൻ്റെ ഭാഗത്തും കൂടെ ഒന്ന് ചെറിയൊരു കട്ട് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലിൽ അതിൻ്റെ ആ ഒരു വാവട്ടം ചെറുതായിരിക്കുമല്ലേ, അപ്പം ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എണ്ണയൊക്കെ ഒഴിക്കാം. അപ്പോൾ ഇതുപോലെ വച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഈ പാക്കറ്റിലൊക്കെ വരുന്ന എണ്ണ നമുക്കിതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിലൊന്നും ഇപ്പോൾ സൈഡിലോട്ട് പോയാലും എല്ലാം അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ വീഴും. പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒഴുകി അതിൻ്റെ ഉള്ളിലോട്ട് പോവും. ഇപ്പോൾ നമ്മൾ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിക്കാം. ഒട്ടും തന്നെ പുറത്ത് പോവില്ല. സൈഡിൽ പോയാലും അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ തിരിച്ചത് കയറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ കയ്യിൽ ഈ വച്ചുത്തി പോലത്തെ സംഭവമൊന്നും ഇല്ലെങ്കിൽ നമുക്കിതുപോലൊരു പ്ലാസ്റ്റിക് കവർ മാത്രം മതി. അപ്പോൾ അതിൻ്റെ യൂസ് കഴിയുമ്പോൾ നമുക്കതെടുത്ത് കളയുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം ആവശ്യമുള്ളപ്പോൾ വീണ്ടും ഇതുപോലൊരു കവർ എടുക്കുക. നമുക്കിതുപോലെ ചെയ്തിട്ട് നമുക്കത് കളയാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എങ്ങനെയുണ്ടെന്ന്. ബാലൻസ് എണ്ണ ഇതുപോലെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ തന്നെ ഈ ഒരു ഓയിലിൻ്റെ പാക്കറ്റും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും പുറത്ത് പോയില്ല. അടുത്ത ടിപ്പെന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ കുരുമുളക് കാണുമല്ലേ. അപ്പോൾ അത് നന്നായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ പൂപ്പലടിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ നന്നായിട്ട് പൂപ്പലടിച്ചതാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്താൽ അതൊട്ടും പൂപ്പലടിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് മഴ സമയമൊക്കെ നമുക്ക് വെയിലത്ത് വയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലൊരു നമ്മൾ ഇഷ്ടികയുണ്ടല്ലോ, ചുടുകല്ല്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഈർപ്പവും അടിക്കില്ല, കുരുമുളക് കേടാവേ ഇല്ല. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അടുത്ത ടിപ്പെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി കാണിക്കുകയാണ്. നമ്മൾ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന മീനൊക്കെ ആ ഒരു കട്ട പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ കല്ലുപ്പുണ്ടല്ലോ അത് ഇട്ട് വയ്ക്കുക. ഇട്ട് വച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വയ്ക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് മീനൊക്കെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടും. അതിൻ്റെ തണുപ്പൊക്കെ മാറി നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലായി കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുരുമുളക് ഇട്ട് വയ്ക്കുക. ഒരു 3-4 കുരുമുളക് ഇട്ട് വെച്ചാൽ മാത്രം മതി. അതിൽ കാറലൊന്നും വരില്ല. ഇപ്പോൾ എണ്ണയ്ക്കൊക്കെ വില കൂടുതലായത് കാരണം എല്ലാവരും കുറച്ചൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ച് മാസം നമുക്ക് കൂടുതലായിട്ട് ഇരിക്കാൻ വേണ്ടി
ഇതുപോലെ കുരുമുളക് ഇട്ട് വെച്ചാൽ മതി. ഒരു 2-3 മാസമൊക്കെ നല്ലതായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. നെക്സ്റ്റ് ടിപ്പെന്ന് പറയുന്നത് നമ്മൾ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പ് വെള്ളമൊഴിച്ച് ഇതുപോലെ ഞാൻ കലക്കിയെടുത്തതാണ്. പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലേ, ഇത് കല്ലുപ്പാണ് വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ഈ തേങ്ങയൊക്കെ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കല്ലുപ്പിൻ്റെ വെള്ളം നമുക്ക് തേങ്ങയുടെ ഉള്ളിൽ ഇതുപോലെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മൾ തേങ്ങയൊക്കെ പുറത്ത് കുറേ സമയമൊക്കെ വച്ചിരിക്കുമ്പോഴത്തേക്കും, ഒരു ദിവസം അധികമൊക്കെ നമ്മൾ പുറത്തറിയാതെ വച്ചിരിക്കുമ്പോഴത്തേക്കും അതിലൊരു പിങ്ക് കളറൊക്കെ നമുക്ക് പറ്റാറുണ്ടല്ലോ, ഒരു പൂപ്പൽ പോലെ, ഒരു ഫംഗസ് പോലെയൊക്കെ അതിൽ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ കല്ലുപ്പ് നമ്മൾ നോർമൽ ഉപ്പായാലും സാരമില്ല, നമ്മളിതുപോലെ കുറച്ച് വെള്ളം, ഉപ്പിട്ട വെള്ളം ഒന്ന് ചുറ്റിച്ച് ഇതുപോലെ വച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ അതിൽ ഒരു പൂപ്പലോ ഫംഗസോ ഒന്നും വരില്ല. ഇഡലിയൊക്കെ പെട്ടെന്ന് നമുക്കത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഇളകി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നെയ്യ് പുരട്ടിയിട്ട് ഇഡലി മാവ് ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇളക്കിയെടുക്കാൻ പറ്റും. നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ടൊക്കെ പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് ചൂടോടെ തന്നെ നമ്മൾ ഇളക്കാൻ ശ്രമിക്കുമല്ലേ, അപ്പോൾ അത് കുറേ ഭാഗം പാത്രത്തിൽ ഒട്ടി നിൽക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ വെളിച്ചെണ്ണയോ നല്ലെണ്ണയ്ക്കോ പകരം ഇതുപോലെ നെയ്യ് തടവിയിട്ടാണ് നമ്മൾ മാവ് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടോടെ തന്നെ അത് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് നല്ല പഫി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഇഡ്ഡലി നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് ഒരു ടിപ്പ് ഞാനാണെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഇഡ്ഡലി ചെയ്തെടുക്കാൻ ആ ഒരു ടിപ്പ് മാത്രം മതി. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവൊന്ന് അരച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ടിപ്പെന്ന് പറയുന്നത്, നമുക്ക് ഇഡ്ഡലിയൊക്കെ വേവിക്കാൻ വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തെ തട്ടിൽ നിന്ന് താഴോട്ട് വെള്ളമൊക്കെ വീണ് ഇഡ്ഡലി ഫുള്ള് വെള്ളം പോലെ ആകാറുണ്ടല്ലേ. അപ്പോൾ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിങ്ങി വയ്ക്കുമ്പോൾ ഇതുപോലെ വയ്ക്കുക. നമുക്ക് ഇതുപോലെ ഹോളുള്ള ഭാഗത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഇഡ്ഡലിയുടെ ആ ഒരു പോർഷൻ വരുന്ന ആ ഒരു ഭാഗം വയ്ക്കുക. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പം ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റീം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഭാഗം ടച്ച് ചെയ്തിട്ട് മാവ് പൊങ്ങി വരയില്ല. നമുക്ക് ആ ഒരു വെള്ളമൊക്കെ ആ താഴത്തെ ഇഡ്ഡലിയിലൊക്കെ ഫുള്ള് നിറഞ്ഞ് നിൽക്കാൻ കാണാം. അപ്പോൾ അത് മാറിക്കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി. മാവ് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇഡ്ഡലി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ടിപ്പെന്ന് പറയുന്നത്, നമുക്ക് ഇഡ്ഡലിയൊക്കെ പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ വെള്ളം നമുക്ക് അതിൻ്റെ പുറത്തൊന്ന് തളിച്ച് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് ഇഡ്ഡലിയൊക്കെ ഇളകി വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ബെഡിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ പൊടികളൊക്കെ കാണുമല്ലേ. ഇപ്പം നമ്മൾ കാണാൻ പറ്റാത്ത പൊടികൾ, ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഈ ഒരു ഡിസൈൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികളും അഴുക്കുമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളെ കയ്യിലൊക്കെ വൈപ്സ് കാണുമല്ലോ, അതുകൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മാത്രം മതി. അതിലുള്ള എല്ലാ പൊടികളും മാറിക്കിട്ടും. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ കൊണ്ട് അതിൻ്റെ പുറത്ത് കുടഞ്ഞാൽ പോലും പോകാത്ത പൊടികൾ ഈ ഒരു വൈപ്സ് കൊണ്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഈർപ്പം കാരണം ആ ഒരു ടിഷ്യൂവിൽ പറ്റിപ്പിടിക്കും. അപ്പം നല്ല നീറ്റായിട്ടും അതിൻ്റെ നമുക്ക് ഏതൊരു സൈഡിലെ പൊടിയും വേണമെങ്കിൽ നന്നായിട്ട് തുടച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ ഉള്ളിലെ പൊടിയൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ക്ലിയറായിട്ട് മാറിക്കിട്ടും. അപ്പം ചിലവർക്കൊക്കെ ഈ ഒരു ബെഡിൽ നിന്നൊക്കെ അലർജി, തുമ്മലൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പം ഇതുപോലെ പൊടി, നമ്മൾ കാണാത്ത പൊടികൾ കാണാം. അപ്പോൾ ഇതുപോലൊരു വൈപ്സൊക്കെ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നല്ല ക്ലിയറായിട്ട് അതിൻ്റെ പൊടിയൊക്കെ മാറിക്കിട്ടും. നമുക്ക് ഏതൊരു വൈപ്സ് വേണമെങ്കിലും ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പം ഞാനിത് ഇങ്ങനെ തുടച്ചെടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ പൊടികൾ എത്ര മാത്രമാണെന്ന് നമുക്കറിയാൻ പറ്റുമല്ലേ.
അപ്പം ഇതിലെ ഓരോ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയും കൂടെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ഇടുക. ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതെന്നൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് ഇപ്പം കുറേ ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.